ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ പൊന്നാനിയിൽ വന്നാൽ ഏറ്റവും നല്ല മുട്ടപ്പത്തിരി കിട്ടുന്ന നല്ല ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ട് പരിചയപ്പെടുത്തി തരാം. കുറേ പേർക്കൊക്കെ അറിയുന്ന ഒരു ഭാഗം തന്നെ ആയിരിക്കും ഇട്ടത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് പൊന്നാനിയിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ എവിടെയൊക്കെ പോകാമെന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. എങ്ങനെയുണ്ട്? അങ്ങനെ ഇതാ രാവിലെ ഒരു 6:30 മണിയാകുമ്പോഴത്തേന് നമ്മൾ റെഡി ആയിട്ട് നേരെ മുട്ടപ്പത്തിരി കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. വീടൊക്കെ പൂട്ടിയിട്ട് നേരെ മുട്ടപ്പത്തിരി കഴിക്കാൻ പോവാണ്. അങ്ങനെ ഇതാ നമ്മളെ ഫേമസ് ആയിട്ടുള്ള എല്ലാവരുടെ ഇഷ്ടപ്പെട്ട നീന റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരുപാട് കാലത്തെ പഴക്കമുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയാലും അവർ ആ ഒരു പഴമ നിലനിർത്തുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് അതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറാമെന്ന് കരുതിയിട്ട് കണ്ട. ഇപ്പം തന്നെ നല്ല തിരക്കുണ്ട്. പുലർച്ചെ തൊട്ടേ ഇവിടെ മുട്ടപ്പത്തിരി ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ബീഫും ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ കൂടെ. പൊന്നാനിയിൽ വന്നു കഴിഞ്ഞാൽ മുട്ടപ്പത്തിരി കിട്ടുന്ന സ്പോട്ട് ഇത് മാത്രമല്ല, ഒരുപാട് നല്ല വേറെ സ്പോട്ടുകളുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ നമുക്ക് നല്ല രസമുള്ള സ്ഥലങ്ങളിൽ ഇരുന്ന്, അതായത് നമുക്ക് പള്ളിക്കുളത്തിൻ്റെ അവിടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാനൊരു രസമാണല്ലോ. അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നല്ല മുട്ടപ്പത്തിരി ബീഫിൻ്റെ കൂടെ നല്ല ചൂട് ചായ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ എടുത്ത് നമ്മൾ ഇതിൻ്റെ പുറത്ത്, നീന റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തായിട്ട് തന്നെ നമ്മുടെ വലിയ ജുമാഅത്ത്, പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയുടെ പള്ളിക്കുളമുണ്ട്. ഇതാണ് ഈ കുളം വരുന്നത് കേട്ടോ. ഇവിടെ വന്നിരുന്നിട്ടാണ് കൂടുതൽ പേര് ഇത് കഴിക്കുക. അത് ഭയങ്കര രസമാണ് ഇവിടെ അങ്ങനെ വന്നിരുന്ന് കഴിക്കാൻ. അപ്പോൾ ഇതാ സൈഡിലൊക്കെ ഒരുപാട് ഫാമിലിയും ഫ്രണ്ട്സായിട്ട് വന്നവരൊക്കെ ഉണ്ട്. ഇതുപോലെ മുട്ടപ്പത്തിരി കഴിക്കാനായിട്ട് വന്നിട്ടുള്ളവർ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇതാ ഈ നിലത്തൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ അങ്ങനെ ഇട്ട് ഒരുപാട് നശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഇവരിടയ്ക്ക് വന്ന് ക്ലീൻ ചെയ്യും. പക്ഷെ എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. എങ്ങനെയുണ്ട്? നമ്മൾ മുട്ടപ്പത്തിരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ നല്ല മുട്ടപ്പത്തിരിയും ബീഫൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും മുട്ടപ്പത്തിരി വെറുതെ കഴിക്കാൻ, ചായയുടെ കൂടെ വെറുതെ കഴിക്കാനാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ഈ ബീഫിൻ്റെ കൂടെ കഴിക്കണതിനെക്കാട്ടും ഇനി ഇങ്ങനെ കഴിക്കണം എന്നുള്ളവർക്ക് അതും ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ സ്ഥലമൊക്കെ കണ്ട് നല്ല ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉള്ള ഒരു ടൈമിന് ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മളെ കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ തിരക്ക് കൂടിക്കൂടി വരികയാണ് കേട്ടോ. ആളുകൾ ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഇതായി ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ UP ഗവൺമെൻറ് സ്കൂളാണ്. അതുപോലെ ഇവിടെ ഈ വൈറ്റ് കളറിൽ കാണുന്നത് നമ്മൾ മൗനത്തുൽ ഇസ്ലാം സഭയാണ്. ഇസ്ലാം സ്വീകരിക്കാനായിട്ട് വരുന്ന ആളുകൾക്ക് ഇവിടെ അവരിങ്ങനെ 2 മാസത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും. നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് വീഡിയോസൊന്നും അലൗഡ് അല്ല കേട്ടോ. പിന്നെ അതാ ഇതിൻ്റെ പുറത്തായിട്ട് തന്നെ, അതായത് പൊന്നാനിയിൽ ഒരുപാട് പള്ളികളുണ്ട്, അടുത്തടുത്തായിട്ട് കുറേ പള്ളികളുണ്ട്. അങ്ങനെ ഒരു പള്ളിയാണിത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ലാസ്റ്റ് സൈഡിൽ വേറൊരു മുട്ടപ്പത്തിരി കിട്ടുന്ന റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ. അവരിപ്പോൾ ഇത്ര രാവിലെ ഓപ്പൺ ആക്കില്ല. അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് നേരം കൂടിയും അവിടെ ഫുള്ള് നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇതാ ഇവിടെ അടുത്തടുത്തായിട്ട് ഒരുപാട് തറവാടുകളുണ്ട്. പണ്ടത്തെ മോഡലുള്ള തറവാടുകൾ അടുത്തടുത്തായിട്ട് ഒരുപാട് വീടുകളും തറവാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, കാണാൻ ഇഷ്ടപ്പെടുന്നവർ കുറച്ച് നേരം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മച്ചും കൂടിയിട്ട് കുറച്ച് നേരം ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് പണ്ടത്തെ കുറേ തറവാടുകളും പിന്നെ പൊളിച്ച കുറേ ഏരിയാസൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പോണ വഴിക്കും ഒരുപാട് പള്ളികളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഹാർബറിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിക്കും ഒരു പള്ളിയും അതുപോലെ ഒരു ജാറൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഹാർബറിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അതായത് ഒരു 8 മണി സമയത്ത് ഇവിടെ വരികയാണെങ്കിൽ നല്ല ഫ്രഷ് മീൻ അധികം റേറ്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഇതാ നല്ല ഫ്രഷ് മീനൊക്കെ ഇതാ ഇങ്ങനെ അവർ കൊട്ടയിലോട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഇവിടെ തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ. കുറേ ആളുകൾ ഇങ്ങനെ മേടിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ബോട്ട് ഇങ്ങനെ വരുന്നുണ്ട്, അതിലിങ്ങനെ ഫ്രഷ് മീനുകൾ കൊണ്ടുവരുന്നുണ്ട്. ഒരുവിധം എല്ലാ മീനും ഇവിടെ ഉണ്ടായിരുന്നു. ചെമ്മീനൊക്കെ നല്ല വലിയ ചെമ്മീനും അതുപോലെ നല്ല ഞണ്ടും അങ്ങനെ ഒരുപാട് മീനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അതൊക്കെ ഇങ്ങനെ കാണുകയും പിന്നെ കുറച്ച് ചെമ്മീനും മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഇവിടത്തെ നല്ല കൂന്തളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അവരങ്ങനെ എല്ലാവിധ മീനുകളും സത്യം പറഞ്ഞാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം ദൂരം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ മീനുകളും കാണാൻ ആവശ്യമുള്ളത് മേടിക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കൂടി അവിടെ നമ്മൾ റൗണ്ട് അടിച്ചിട്ട് നേരെ കർമ്മ റോഡ് വഴി നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പൊന്നാനിയിൽ വരുന്ന ആളുകൾക്ക് രാവിലെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഒരുപാട് പള്ളികളും കാണാം, അതുപോലെ നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.